വളരെ പ്രധാനപ്പെട്ട വാർത്ത പുറത്തു വരുന്നു. ഹണി റോസ് ലൈംഗിക അധിക്ഷേപവുമായി ബന്ധപ്പെട്ട പരാതി നൽകിയിരുന്നു. വ്യക്തി അധിക്ഷേപവുമായി ബന്ധപ്പെട്ട പരാതി ഉണ്ടായിരുന്നു. ബോബി ചെമ്മണ്ണൂരിന്റെ പേരെടുത്ത് പറഞ്ഞു തന്നെ പരാതി അവർ കൃത്യമായി പോലീസിന് നൽകിയിരുന്നു. ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ കസ്റ്റഡിയിൽ എന്ന വാർത്ത പുറത്തു വരികയാണ്. അദ്ദേഹം ഉള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് കൊച്ചിയിൽ ഉണ്ടായിരുന്നില്ല, പുറത്ത്, അതായത് ചെന്നൈയിലോ മറ്റോ ആയിരുന്നു എന്നായിരുന്നു രാവിലെ ലഭിച്ച വിവരം. പക്ഷേ ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. നവമി ദിനേശുടെ നവമി വിശദാംശങ്ങൾ. ഏറ്റവും പുതിയ വാർത്ത, ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. സെൻട്രൽ പോലീസിന്റെ ഹണി റോസ് നൽകിയ പരാതിയിലാണ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. പക്ഷെ എവിടെ നിന്നാണ് കസ്റ്റഡിയിലെടുത്തതെന്നുള്ള വിവരമൊക്കെ നമുക്ക് ലഭ്യമാകുന്നതേ ഉള്ളൂ. എന്തായാലും പ്രാഥമികമായി തന്നെ നമുക്ക് ഉറപ്പിച്ചു പറയാം, ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. സെൻട്രൽ പോലീസാണ് ഇപ്പോൾ കസ്റ്റഡി. അല്പസമയത്തിനുള്ളിൽ തന്നെ ബോബി ചെമ്മണ്ണൂരിനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്, തുടരുക. നവമിയിലേക്ക് തന്നെ വരാം. ബോബി ചെമ്മണ്ണൂർ കസ്റ്റഡിയിലാണ്. കഴിഞ്ഞ ദിവസമാണ്, ഇന്നലെയാണ് ഹണി റോസ് ബോബി ചെമ്മണ്ണൂരിനെതിരെ പരാതി കൊടുത്തത്. നേരത്തെ 2 ദിവസമായി അവർ മാധ്യമങ്ങളിലൂടെ തന്നെ പല കാര്യങ്ങളും പറയുന്നുണ്ടായിരുന്നു. പോലീസിൽ പരാതി നൽകിയിരുന്നു. പക്ഷേ ബോബി ചെമ്മണ്ണൂരാണ് ഈ വ്യക്തി എന്ന കാര്യത്തിൽ പരാതി കൊടുത്ത് ഇന്നലെയാണ്. തുടർന്നാണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ കൊച്ചി സെൻട്രൽ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. നവമി, തുടരാം. ഇതിനു മുൻപ് ഈ അധിക്ഷേപ കേസിൽ, ഈ അധിക്ഷേപ പരാതിയിൽ ഒരു വ്യക്തിയെ കുമ്പളം സ്വദേശി ഷാജിയായിരുന്നു അറസ്റ്റ് ചെയ്തത്. അതിന് പിന്നാലെ ഈ ബോബി ചെമ്മണ്ണൂരിന്റെ പേരെടുത്ത് പറഞ്ഞു തന്നെയാണ് ഹണി റോസ് പരാതി നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ബോബി ചെമ്മണ്ണൂരിനെ അല്പസമയം മുമ്പ് സെൻട്രൽ പോലീസ് ഈ കസ്റ്റഡിയിലെടുത്തത്. നമുക്കറിയാം, നേരത്തെ DCP അടക്കം പ്രതികരിച്ചിരുന്നു. ഇതെല്ലാം പരിശോധിച്ചു വരികയാണ്. പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെയൊക്കെ അടിസ്ഥാനമായി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്തയനുസരിച്ച് ബോബി ചെമ്മണ്ണൂർ സെൻട്രൽ പോലീസിന്റെ നേതൃത്വത്തിൽ, DCPയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ സെൻട്രൽ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരും. പക്ഷേ എവിടെ നിന്നാണ് കസ്റ്റഡിയിലെടുത്തതെന്ന് നമുക്ക് വ്യക്തമായിട്ടില്ല. ബോബി ചെമ്മണ്ണൂർ കേരളത്തിൽ തന്നെ ഇന്നലെ രാത്രിയോടുകൂടി എത്തിയിട്ടുണ്ടോ, അത് അങ്ങനെയാണോ ഇത് അറസ്റ്റ് രേഖപ്പെടുത്തി കസ്റ്റഡിയിലെടുത്തതെന്നൊക്കെ നമുക്ക് വരും മണിക്കൂറിൽ അറിയാൻ സാധിക്കും. എന്തായാലും ബോബി ചെമ്മണ്ണൂരിനെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. നടി ഹണി റോസ് നൽകിയ അധിക്ഷേപ പരാമർശത്തിലാണ് ഇപ്പോൾ കസ്റ്റഡിയിലേക്ക് കടന്നിരിക്കുന്നത്. തീർച്ചയായും ഇന്നലെയാണ് പരാതിയുമായി രംഗത്ത് വന്നത്. ബോബി ചെമ്മണ്ണൂർ അതിൽ വിശദീകരണമൊക്കെ നൽകിയിരുന്നു. കാരണം താൻ മനഃപൂർവ്വം ഉദ്ദേശിച്ചുകൊണ്ടല്ല അങ്ങനെ ഒരു പരാമർശം നടത്തിയത്. അതിന്റെ താഴെ സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന കമന്റുകളാണ് ഹണി റോസിനെ വേദനിപ്പിച്ചത്. മനഃപൂർവ്വമായ പരാമർശം തന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. പക്ഷേ ഇത്തരത്തിൽ വളരെ കൃത്യമായി തന്നെ എവിഡന്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും അതിനുശേഷം വന്നിരുന്നു. ഈ പരാമർശത്തിന് ശേഷം പോലും ഇദ്ദേഹം പല യൂട്യൂബ് ചാനലിൽ കൂടിയും ഇതിനെ, തന്റെ പരാമർശങ്ങളെ അതിനെ കുറച്ചുകൂടി ഉറപ്പിക്കുന്ന തരത്തിലുള്ള ചില വാക്കുകളൊക്കെ പ്രയോഗിച്ചിരുന്നു. സ്വാഭാവികമായും കഴിഞ്ഞ ദിവസം നേരത്തെ പറഞ്ഞതുപോലെ ഹൈക്കോടതിയുടെ ഒരു വളരെ പ്രധാനപ്പെട്ട പരാമർശം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. അതായത് ഒരു സ്ത്രീ ശരീരത്തെ വർണ്ണിച്ചുകൊണ്ടുള്ള ഏത് പരാമർശത്തെയും ലൈംഗിക അധിക്ഷേപമായി തന്നെ കാണണമെന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. അതിനെ അത്തരത്തിൽ കാണണമെന്നും പോലീസ് നിർദ്ദേശം നൽകിയ പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. വയനാട്ടിൽ നിന്നാണ് ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തത് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. വയനാട്ടിൽ ബോബി ചെമ്മണ്ണൂരിന്റെ എസ്റ്റേറ്റുകളുണ്ട്. അവിടെ നമുക്കറിയാം 100 ഏക്കർ എന്നൊക്കെ പറയുന്ന ബോബി ചെമ്മണ്ണൂരിന്റെ നിരവധി എസ്റ്റേറ്റുകളുള്ള ഒരു പ്രദേശമാണ് അവിടെ ഉള്ളത് എന്നുള്ളതാണ്. ഈ വയനാട്ടിൽ നിന്നാണ് ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്നത് എന്ന നിർണായകമായ ഒരു വിവരം കൂടി ഈ ഘട്ടത്തിൽ നൽകാനുണ്ട്. ഹണി റോസിന്റെ പരാതിയിൽ ബോബി ചെമ്മണ്ണൂർ കസ്റ്റഡിയിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, വലിയ ബിസിനസ് മാഗ്നറ്റ് ആണ്, നിരവധി ജുവലറികൾ ശൃംഖലകളുടെ ഉടമയാണ്, യൂട്യൂബ് ചാനലുകൾ ഉണ്ട്. തന്റെ ഹണി റോസ് ഒക്കെ പറഞ്ഞു നിൽക്കുന്നത് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയും പിന്നീട് മാധ്യമങ്ങളിലൂടെയൊക്കെ പറഞ്ഞിരുന്നത്, ബോബി ചെമ്മണ്ണൂർ താങ്കൾ വലിയ സാമ്പത്തികമായി താങ്കൾ വലിയ പൊക്കമുള്ള ആളായിരിക്കാം, പക്ഷേ തന്റെ ഈ സാമ്പത്തികമൊക്കെ തന്റെ പരാതി വരുമ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ നടപടി ഉണ്ടാകും, തന്റെ സാമ്പത്തിക സ്ഥിതിയുടെ മുകളിലായിരിക്കും ഈ പരാതി എന്നൊക്കെ ഹണി റോസ് പറഞ്ഞ പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. നിർണായകമായ കാര്യമെന്ന് പറയുന്നത്, വയനാട്ടിൽ നിന്ന് ഇപ്പോൾ ഹണി റോസിന്റെ പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. നവമി, തുടരാം. ഇതിനുശേഷം ചോദ്യം ചെയ്യലുണ്ടാകും, അറസ്റ്റ് സ്വാഭാവികമായും രേഖപ്പെടുത്തും. കാരണം ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. നവമി, രഞ്ജിത്ത്, തീർച്ചയായും ഈ ഹണി റോസിന്റെ പരാതിയൊക്കെ വരുന്നതിന് മുൻപ് തന്നെ നമുക്കറിയാം, ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ ബോബി ചെമ്മണ്ണൂരിന്റെ ഇന്റർവ്യൂകളിലൊക്കെ നമ്മൾ കൃത്യമായി കാണുന്നതാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇനാഗുറേഷൻ പരിപാടികളിലൊക്കെ അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ വളരെ മോശമായിട്ടുള്ള രീതിയിൽ ദ്വയാർത്ഥ പ്രയോഗത്തിലുള്ള പല കാര്യങ്ങളും ആവർത്തിച്ച് അത് ഹണി റോസിന്റെ കാര്യത്തിൽ മാത്രമല്ല മറ്റ് പല ഈ കാര്യങ്ങളിലും ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ചാണെങ്കിൽ പോലും പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ വന്നുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം ഇതിലൊക്കെ കൃത്യമായിട്ടുള്ള അശ്ലീലമായിട്ടുള്ള
വിധേയമായിട്ടുള്ള ദ്വയാർത്ഥ പ്രയോഗത്തിലുള്ള പരാമർശങ്ങൾ ഇതിനോടകം തന്നെ നിരവധി തവണ കണ്ടതാണ്. അതിന്റെ ഒരു മൂർധന്യാവസ്ഥയിൽ എത്തിയപ്പോൾ തന്നെയാണ് ഹണി റോസ് പരാതിയുമായി രംഗത്തെത്തിയത്. ഈ ഹണി റോസിന്റെ പരാതിയുടെ പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു ഇവന്റ് ബോബി ചെമ്മണ്ണൂരിന്റെ തന്റെ ജുവല്ലറി ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഒരു വേദിയിൽ പൊതുവേദിയിൽ നിറഞ്ഞ സദസ്സിൽ ഹണി റോസിനെ പുരാണത്തിലുള്ള ഒരു കഥാപാത്രവുമായി ഉപമിച്ചിരുന്നു. ആ സമയത്ത് ഹണി റോസ് ഇതിനെ ചിരിച്ചുകൊണ്ട് മാത്രമാണ് സ്വീകരിച്ചത്. പക്ഷേ തനിക്കത് ആ സമയത്ത് വലിയ രീതിയിൽ മനോവിഷമമുണ്ടായി. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ആ പരിപാടി പൂർത്തിയാക്കി തനിക്ക് വേഗം വീട്ടിലെത്തിയാൽ മതി എന്ന് തോന്നുകയും വീട്ടിലെത്തിയ മാതാപിതാക്കളോട് ഇത് സംസാരിക്കുകയും അവരുടെയുമൊക്കെ നിർദ്ദേശത്തെ തുടർന്നാണ് ഈ കമ്പനിയുടെ മാനേജറോട് ഇക്കാര്യം വ്യക്തമാക്കിയത്. തനിക്ക് ഈ ബോബി ചെമ്മണ്ണൂരുമാരുടെ സ്ഥാപനമായിട്ടോ ഈ അസോസിയേറ്റ് ചെയ്യാൻ താല്പര്യമില്ല എന്ന് കൃത്യമായി ബോബി ചെമ്മണ്ണൂരിന്റെ മാനേജറെ അറിയിക്കുന്നുണ്ട്. അതിനുശേഷം പല ഇവന്റുകളിലും ഹണി റോസ് പങ്കെടുക്കുന്ന പരിപാടികളിൽ അതിഥിയായി അല്ലാതെ കൂടി ഇദ്ദേഹം വരികയും ക്ഷണിക്കാതെ പോലും വരികയും പലപ്പോഴും വീണ്ടും ഇത്തരത്തിലുള്ള മോശം പരാമർശങ്ങളൊക്കെ നടത്തുകയും ചെയ്തു. അപ്പോഴും താനിത് നിയമോപദേശം തേടി ഇത് പരാതിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിക്കണമോ വേണ്ടയോ എന്നൊക്കെ കുടുംബത്തോടൊക്കെ ആലോചിച്ചു. അപ്പോഴും ഇതൊരു വെറുതെ ഒരു വാർത്തയാക്കണ്ട, വീണ്ടും ഇതിന്റെ പുറകെ പോകണ്ടെന്ന് കരുതി താനത് മിണ്ടാതിരുന്നതാണ്. പക്ഷേ പല ഓൺലൈൻ മാധ്യമങ്ങളിലും ഓൺലൈൻ ഇന്റർവ്യൂകളിലും വീണ്ടും തന്റെ പേരെടുത്ത് തന്നെ മോശമാക്കുന്ന രീതിയിൽ തന്റെ ശരീരത്തെയും വസ്ത്രത്തെയും മോശപ്പെടുത്തുന്ന രീതിയിലുള്ള പല പരാമർശങ്ങളും അത് അതിക്രമിച്ചത് കൊണ്ട് മാത്രമാണ് താൻ ഈ ഒരു പരാതിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചതെന്ന് പിന്നീട് ഹണി റോസ് പറയുന്ന സാഹചര്യം. ഹണി റോസ് ആദ്യം കൃത്യമായിട്ടുള്ള നിയമോപദേശം തേടി. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആദ്യത്തെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. അതിൽ പറയുന്നുണ്ട്, ഒരു പ്രമുഖ വ്യക്തി തന്നെ ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ പിറകെ നടന്ന് അപമാനിക്കുന്നുണ്ട്, ഇയാളുടെ പേര് ഉടൻ പുറത്തുവിടും, ഇനിയും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ആവർത്തിച്ചാൽ നിയമപരമായി തന്നെ താൻ മുന്നോട്ട് പോകുമെന്ന് പറയുന്നു. അതിന് താഴെ നിരവധി കമന്റുകൾ, മോശമായിട്ടുള്ള കമന്റുകൾ വരുന്നു. അതിൽ 30-ലധികം പേർക്കെതിരെ സ്ക്രീൻഷോട്ട് അടക്കം നൽകിയാണ് കൊച്ചി DCPക്ക് പരാതി നൽകുന്നത്. കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, വയനാട്ടിൽ നിന്നാണ് കസ്റ്റഡി എന്നുള്ളതും, മറ്റൊന്ന് ഇന്ന് ബോബി ചെമ്മണ്ണൂരിന്റെ ഒരു ജുവലറിയുടെ ഉദ്ഘാടനം കോയമ്പത്തൂരിൽ ഉണ്ടായിരുന്നു. കോയമ്പത്തൂരിൽ അദ്ദേഹം ഇന്നലെ മുതൽ തന്നെ ചെന്നൈയിലാണ്, ഈ തമിഴ്നാട്ടിലാണ് എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. ഇനി കോയമ്പത്തൂരിൽ നിന്നാണോ ഈ ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിൽ എടുത്തത് എന്ന കാര്യത്തിൽ കൂടി ഒരു വ്യക്തത വരാനുണ്ട്. തൽക്കാലം പക്ഷേ നമുക്ക് ലഭിക്കുന്ന വിവരം വയനാട്ടിൽ നിന്നാണ്. വയനാട്ടിലും ബോബി ചെമ്മണ്ണൂർ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് സ്ഥലങ്ങളും റിസോർട്ടുകളും ഒക്കെയുള്ള ഒരു സ്ഥലമാണ്. അവിടെ ഒരുപക്ഷേ ഈ ഉദ്ഘാടനത്തിന് ശേഷമോ അതിന് മുൻപോ അവിടെ എത്തിയ ബോബി ചെമ്മണ്ണൂരിനെ അത്തരത്തിൽ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നോ എന്ന കാര്യത്തിലും വ്യക്തത വരേണ്ടതുണ്ട്. കിരൺ ബാബു കൂടി തുടരുന്നുണ്ട്. കിരൺ, ഒരുപക്ഷേ ഇത്തരത്തിലൊരു പരാതിയിൽ ഒരു ശക്തമായ നടപടി ഉണ്ടാകുന്നത് ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന വലിയൊരു വ്യവസായിക്ക് എതിരെയാണ്. അത് വളരെ കൃത്യമാണ്. കാരണം ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമായിരുന്നു ഈ കേസ് എടുത്തത്. അധിക്ഷേപ പരാമർശത്തിന് ഒരുപാട് തെളിവുകൾ ഉണ്ടായിരുന്നു. സോഷ്യൽ മീഡിയ കമന്റുകൾ അടക്കം ഇതുമായി ബന്ധപ്പെട്ട് ഡിജിറ്റൽ തെളിവുകളടക്കം ഹാജരാക്കിയിട്ടുണ്ടായിരുന്നു ഹണി റോസ്. ഇപ്പോൾ ശക്തമായ നടപടിയുമായി പോലീസ് മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? രഞ്ജിത്തെ, അത് തന്നെയാണ്. ശക്തമായ നടപടിയുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ്. വളരെ വേഗം തന്നെയാണ് അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. എന്തായാലും ഈ പരാതി നേരത്തെ ഹണി റോസ് പരാതി നൽകുമെന്ന് സോഷ്യൽ മീഡിയയിലൂടെയാണ് ആദ്യം അറിയിച്ചത്. അതിനുശേഷം തന്നെ അവർ ഔദ്യോഗികമായി തന്നെ പരാതി നൽകുകയായിരുന്നു. കൊച്ചി സെൻട്രൽ പോലീസാണ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നത്. ലൈംഗിക ചുവയോടുകൂടിയുള്ള അശ്ലീല ഭാഷണത്തിന് ഭാരതീയ ന്യായ സംഹിതയിലെ 75.4 വകുപ്പ് പ്രകാരവും ഇലക്ട്രോണിക്സ് മാധ്യമത്തിലൂടെ അശ്ലീല പരാമർശം നടത്തുന്നതിനെതിരെ IT ആക്ടിലെ 67 വകുപ്പ് പ്രകാരവുമാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. നടിയുടെ ചിത്രം മോശമായ രീതിയിൽ തംബ്നെയിലായി ഉപയോഗിച്ച് 20 യൂട്യൂബർമാർക്കെതിരെയും പരാതി നൽകിയിട്ടുണ്ട്. അവർക്കെതിരെയുള്ള അന്വേഷണവും നടക്കുകയാണ്. തുടർന്ന് ദിവസങ്ങളിൽ അവരെയും ഇതിന്റെ ഉടമകളെയും കസ്റ്റഡിയിലെടുക്കാനുള്ള നീക്കത്തിലാണ് പോലീസ്. ഓഗസ്റ്റ് 7-ന് ബോബി ചെമ്മണ്ണൂരിന്റെ കണ്ണൂർ ആലക്കോട് ജുവലറി ഉദ്ഘാടനത്തിന് ക്ഷണിച്ചപ്പോൾ നേരിട്ട ലൈംഗിക അതിക്രമങ്ങളും അതിനുശേഷം പല വേദികളിലും താൻ നേരിട്ട ബുദ്ധിമുട്ടുകളും ചൂണ്ടിക്കാട്ടിയാണ് ഈ പ്രധാനമായും പരാതി നൽകിയത്. ആ വേദിയിൽ വെച്ച് തന്നെ മോശമായ രീതിയിലേക്ക് പെരുമാറിയിരുന്നു. ആ വേദിയിൽ അങ്ങനെ ഒരു ഉദ്ഘാടന ചടങ്ങ് അലങ്കോലമാക്കണ്ട എന്ന് കരുതിയാണ് ആ സമയത്ത് താൻ പ്രതികരിക്കായിരുന്നുവെന്നും തനിക്ക് വലിയ മാനസിക പ്രയാസം ഉണ്ടായെന്നും പിന്നീട് നടി തന്നെ വ്യക്തമാക്കിയിരുന്നു. ആദ്യഘട്ടത്തിൽ നടി ഇങ്ങനെ ഒരു പരാതിയുമായി രംഗത്ത് വന്നപ്പോൾ ബോബി ചെമ്മണ്ണൂരും അദ്ദേഹത്തെ അനുകൂലിക്കുന്ന വലിയൊരു വിഭാഗം ആളുകളും നടിക്കെതിരെ മോശമായ രീതിയിലുള്ള കമന്റുകൾ ഇടുകയും മോശമായ രീതിയിലേക്ക് യൂട്യൂബ് വഴി പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് നടി പിന്നീട് പേര് വെളിപ്പെടുത്തി തന്നെ ആ തരത്തിലേക്ക് ഒരു പരാതിയിലേക്ക് വന്നത്. ഇവർക്ക് പരാതി നൽകിയ വിവരം സമൂഹ മാധ്യമ പേജുകൾ വഴി പുറത്തുവിട്ട ശേഷം മാത്രമാണ് അവർ ADGP മനോജ് എബ്രഹാം, കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ എന്നിവരെ നേരിട്ട് കണ്ടും ഈ പരാതി ഉന്നയിച്ചിരുന്നു. ഇവരുടെ നിർദ്ദേശപ്രകാരമാണ് പരാതി നൽകുകയും പിന്നീട് പോലീസിന്റെ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തത്. ബോബി ചെമ്മണ്ണൂർ, താങ്കൾ എനിക്കെതിരെ തുടർച്ചയായി നടത്തിയ അശ്ലീല അധിക്ഷേപങ്ങൾക്കെതിരെ ഞാൻ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ടെന്നും താങ്കളുടെ തന്നെ മാനസിക നിലയുള്ള താങ്കളുടെ കുട്ടികൾക്കെതിരെയുള്ള
പരാതികൾ പുറകെ ഉണ്ടാകുമെന്നും താങ്കൾ പണത്തിന്റെ ഹുങ്കിൽ വിശ്വസിക്കൂ, ഞാൻ ഭാരതത്തിലെ നിയമവ്യവസ്ഥയുടെ ശക്തിയിൽ വിശ്വസിക്കുന്നു. ഇതായിരുന്നു ഹണി റോസ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചത്. ഹണി റോസിന് അനുകൂലമായി വലിയ രീതിയിലേക്ക് ആളുകളുടെയൊക്കെ പിന്തുണയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴും പ്രതിരോധത്തിന്റെ വഴിയിലായിരുന്നു. താൻ കുന്തി ദേവി എന്ന് വിളിച്ചത് മറ്റൊരു അർത്ഥത്തിലൊന്നുമല്ല, താൻ ഏതെങ്കിലും തരത്തിൽ അധിക്ഷേപിച്ചിട്ടില്ല എന്നുള്ള ന്യായീകരണങ്ങളുമായി നിൽക്കുകയായിരുന്നു അപ്പോഴും ബോബി ചെമ്മണ്ണൂർ. അദ്ദേഹത്തിന്റെ ന്യായീകരണങ്ങൾ പക്ഷേ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹം ഒരു ക്ഷമാപണത്തിനോ അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള എൻ്റെ ഭാഗത്ത് തെറ്റ് അംഗീകരിക്കാനോ തയ്യാറാവാതെ പലതരത്തിലുള്ള ന്യായീകരണത്തിനായിരുന്നു അപ്പോഴും നിന്നത്. ഇന്ന് കോയമ്പത്തൂരിൽ അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ ഷോറൂം, ചെമ്മണ്ണൂർ ഗ്രൂപ്പിൻ്റെ പുതിയൊരു ഷോറൂമിൻ്റെ ഉദ്ഘാടനമുണ്ട്. ആ ഉദ്ഘാടന ദിവസം തന്നെയാണ് എന്തായാലും ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലായിരിക്കുന്നത്. ഈ ഹണി റോസ് ഫേസ്ബുക്കിലിട്ട ഈ കുറിപ്പിന് താഴെയും അശ്ലീലകരവും അപകീർത്തികരവുമായ പരാമർശങ്ങൾ ചില ആളുകളൊക്കെ നടത്തിയിരുന്നു. അവർക്കെതിരെയും ഇപ്പോൾ കേസും അന്വേഷണവും ഒക്കെ നടക്കുന്നുണ്ട്. 30-ലേറെ പേർക്കെതിരെയാണ് ഇത്തരത്തിൽ അവർ ഈ സമൂഹ മാധ്യമത്തിലിട്ട മോശം കമന്റുകളുടെ സ്ക്രീൻഷോട്ടുകൾ സഹിതമാണ് അവർക്കെതിരെ പരാതി നൽകിയിരിക്കുന്നത്. ഇതിൽ ഒരാളെ ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ അറസ്റ്റിലായിരുന്നു. ബാക്കിയുള്ളവരും ഇന്നും നാളെയും ഒക്കെ കൊണ്ട് അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലാണ്. അതിനോടൊപ്പം തന്നെ ഇൻസ്റ്റഗ്രാം പേജിലും പരാതികൾ നൽകിയിട്ടുണ്ട്. വയനാട് നിന്നുമാണ് ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ വയനാട്ടിൽ നിന്ന് എറണാകുളത്തേക്ക് എത്തിക്കുന്ന സമയം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുമെന്നുള്ള വിവരം കൂടി ഇക്കട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ പറഞ്ഞതുപോലെ ഈ ഇത്തരത്തിലുള്ള അധിക്ഷേപ പരാമർശങ്ങളുമായി ബന്ധപ്പെട്ട് കോടതിയുടെ നിർണായകമായ ചില വിലയിരുത്തലുകളുണ്ടായിരുന്നു. അതിലൊന്ന്, സ്ത്രീയുടെ ശരീരഘടനയെക്കുറിച്ച് പുകഴ്ത്തി പറയുന്നതും സ്ത്രീത്വത്തെ അപമാനിക്കലാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു പരാമർശം കഴിഞ്ഞ ദിവസം കോടതി നടത്തിയിരുന്നു. അനാവശ്യമായ വർണ്ണന നടത്തുന്നതും അശ്ലീല സന്ദേശങ്ങൾ അയക്കുന്നതും ലൈംഗിക ചുവയോടെ അല്ല എന്ന് കരുതാനാവില്ല. FIR റദ്ദാക്കണമെന്ന ഒരു KSB ഉദ്യോഗസ്ഥന്റെ മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട ആ കേസിന്റെ ആവശ്യം തള്ളിയാണ് ഹൈക്കോടതിയുടെ ഈ നിരീക്ഷണം. സഹപ്രവർത്തകയെ അപമാനിച്ചു എന്നായിരുന്നു ആ കേസ്. അതിലാണ് കോടതി നടപടി. ഒരുപക്ഷെ ഹണി റോസുമായി ബന്ധപ്പെട്ട വാദഗതികൾ കോടതിയിൽ വരുമ്പോൾ സ്വാഭാവികമായും അഭിഭാഷകൻ ഉപയോഗിക്കാൻ ഇടയുള്ള ചില പ്രസിഡൻസ് ആണ് ഇത് എന്നതുകൂടി ഇതിനോട് ചേർത്ത് വെക്കേണ്ടി വരും. കോടതിയുടെ ഇത്തരം പരാമർശങ്ങളും അത് നിലനിൽക്കുമെന്ന് തന്നെയാണ്. ഇത് മറ്റു കേസുകളിലും അത് ബാധകമാകുമെന്നതുകൂടി ചേർത്ത് വെക്കണം. സ്വാഭാവികമായും ബോബി ചെമ്മണ്ണൂരിന് കാര്യങ്ങൾ അത്ര സുഖകരമല്ല. അദ്ദേഹത്തിന് നിയമ നടപടികൾ നേരിടേണ്ടി വരും. ജാമ്യമില്ലാ വകുപ്പാണ് എന്നുള്ളതാണ്. വളരെ ശക്തമായി തന്നെ നിയമ നടപടികളിലേക്ക് പോകാൻ കൂടി ശ്രമിക്കേണ്ടി വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇപ്പോൾ വയനാട്ടിൽ നിന്ന് ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. അത് ഇപ്പോൾ കൊച്ചിയിലേക്ക് കൊണ്ടുവരും, സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കും, ചോദ്യം ചെയ്യലുണ്ടാകും. അതിനുശേഷം സ്വാഭാവികമായും അറസ്റ്റിലേക്ക് തന്നെ കാര്യങ്ങൾ പോവുകയും ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം. ഹണി റോസിന്റെ പരാതിയിലാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നവമി ദിനേശ് തുടരുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. നവമി, ഈ സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരും അല്ലേ? അത് എപ്പോഴേക്കാകും? അവിടെ നിന്ന് വയനാട്ടിൽ നിന്ന് ബോബിയുമായുള്ള സംഘം പുറപ്പെട്ടോ? മറ്റു വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? കിട്ടുന്ന വിവരമനുസരിച്ച് രാവിലെയോടുകൂടിയാണ് വയനാട്ടിൽ നിന്നും ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തത്. അന്വേഷണ സംഘത്തോടൊപ്പം ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ എടുത്തിട്ടുണ്ട്. എന്നാലും അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ തന്നെയാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ സെൻട്രൽ സ്റ്റേഷനിലേക്ക് എത്തിക്കും എന്നുകൂടി നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. വയനാട് നിന്നാണ് ഇന്ന് പുലർച്ചയോടുകൂടി കസ്റ്റഡിയിലെടുത്തത്. അറസ്റ്റിലേക്കും കടക്കുന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ സെൻട്രൽ സ്റ്റേഷനിലേക്ക് ബോബി ചെമ്മണ്ണൂരിനെ എത്തിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ രാവിലെയൊക്കെ DCPയോട് ഇക്കാര്യം ചോദിച്ചപ്പോൾ ഹണി റോസിന്റെ വിശദമായ മൊഴിയെടുക്കും, അതിനുശേഷം അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമെന്നാണ് DCPയും വ്യക്തമാക്കിയത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തു എന്നിരിക്കുന്ന വിവരം കൂടി ലഭ്യമാകുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ സെൻട്രൽ പോലീസിൽ എത്തിക്കും. ഇന്ന് രാവിലെയോടുകൂടിയായിരുന്നു ഈ അന്വേഷണ സംഘത്തെ വിപുലീകരിക്കുകയും പ്രത്യേക CIക്ക് പ്രത്യേക അന്വേഷണ ചുമതല നൽകുകയും ചെയ്തത്. DCP ജയകുമാറിനാണ് ഇതിന്റെ ഉത്തരവാദിത്വം. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘത്തെയാണ് രൂപീകരിച്ചത്. ഈ സംഘം തന്നെയാണ് വയനാട് നിന്നും ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തത് എന്നുകൂടി നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. അല്പസമയത്തിനുള്ളിൽ സെൻട്രൽ സ്റ്റേഷനിൽ എത്തിക്കും. അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. സ്ത്രീത്വത്തെ അപമാനിക്കൽ, ഒപ്പം IT ആക്ടും ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസെടുത്തിരിക്കുന്നത്. എന്നാലും പോലീസ് ഈ ഒരു കാര്യത്തിൽ, ഈ ഹണി റോസിന്റെ പരാതിയിൽ എത്രയും വേഗം നടപടികളിലേക്ക് കടക്കുകയാണ്. ആദ്യത്തെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. അതിനുശേഷം വീണ്ടും പ്രമുഖ വ്യവസായിയായ ബോബി ചെമ്മണ്ണൂരിലെ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് തന്നെ പോലീസ് ഇതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. നമുക്ക്